പേടിഎം പേയ്മെന്റ് ബാങ്കിന് പൂട്ട്. പ്രവർത്തനം നിർത്താൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. മുൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ ഗിരികുമാർ എം നായരെ ലിക്വിഡേറ്ററായി നിയമിച്ചിരിക്കുകയാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, എന്തുകൊണ്ടാണ് പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പൂട്ട് വരുന്നത്? എന്താണ് സംഭവിച്ചത്? പേടിഎമ്മിന്റെ പേയ്മെന്റ്സ് ബാങ്ക്, അതായത് അവരുടെ ബാങ്കിങ് വിങ്ങിനെയാണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനം നിർത്തിവെക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏപ്രിൽ 24-ന് RBI ഇതിന്റെ ബാങ്കിങ് ലൈസൻസ് റദ്ദാക്കിയിരുന്നു പേടിഎം ബാങ്കിന്റെ. ഇതിന്റെ തുടർന്ന് RBI തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് ഇത് പ്രവർത്തനം നിർത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോകാനുള്ള ഹർജി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി ഇതിന്റെ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലിക്വിഡേറ്ററെ നിയമിച്ചിട്ടുണ്ട്, ഒരു ഔദ്യോഗിക ലിക്വിഡേറ്ററെ നിയമിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന്. ഇത് ഒരു മുൻ SBI ഉദ്യോഗസ്ഥനാണ്, മലയാളിയായ ഗിരികുമാർ എം നായരാണ് ഇപ്പോൾ ഇതിന്റെ ലിക്വിഡേഷൻ നടപടികൾക്ക് നേതൃത്വം വഹിക്കുന്നതിന് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ജൂലൈ 8 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഈ ബാങ്കിന്റെ പേയ്മെന്റ്സ് ബാങ്കിന്റെ ബോർഡിന്റെ എല്ലാ അധികാരങ്ങളും ഗിരികുമാറിനായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പേയ്മെന്റ് ബാങ്ക് ആയിരുന്നു പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. 2015-ലാണ് ബാങ്കിങ് ലൈസൻസ് പേടിഎമ്മിന് കിട്ടുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കാമെങ്കിലും വായ്പകൾ നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ പേയ്മെന്റ് ബാങ്കുകളുടെ പ്രത്യേകത. പക്ഷെ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കളെ ചേർക്കുന്നതിന് വലിയ തോതിലുള്ള ഒരു വിലക്ക് 2022 മാർച്ചിൽ റെഗുലേറ്ററി അതോറിറ്റി വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് അന്വേഷണവും ബാങ്കിങ് ലൈസൻസ് റദ്ദാക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പേടിഎം ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുക? യാതൊരു ബന്ധവുമില്ല, ഡിജിറ്റൽ പേയ്മെന്റ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ പേയ്മെന്റ് ബാങ്കാണ്, ഇതിന്റെ ബാങ്കിങ് സംവിധാനം ഉണ്ടായിരുന്നവർക്ക് നിക്ഷേപം സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമം. പക്ഷെ അതിലേക്കാണ് ഇപ്പോൾ ഈ നടപടി വീണിരിക്കുന്നത്. പേടിഎം എന്ന് പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവുമായി ഇതിന് യാതൊരു ബന്ധവും. ഇത് ബാങ്കിങ് ലൈസൻസ് ഉള്ളവരാണ്. തീർച്ചയായും പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ ബസന്ത, ഒരുപക്ഷെ പേടിഎം എന്ന തരത്തിലേക്ക് വാർത്ത കേൾക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതാണ് ബസന്ത അവസാനം പറഞ്ഞത്. പേടിഎം എന്നുള്ള നമ്മൾ ഡിജിറ്റലായിട്ട് പണമിടപാട് നടത്തുന്ന സംവിധാനത്തിന് അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പേടിഎം ബാങ്കിലാണ്, ഇത്തരത്തിൽ പേയ്മെന്റ് ബാങ്കിനാണ് പൂട്ട് വന്നിരിക്കുന്നത്.